ഹായ് ഫ്രണ്ട്സ്, വിശേഷ ദിവസങ്ങളിലൊക്കെ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ്. ബറാത്തിന് സ്വീറ്റ്സൊക്കെ തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അടിപൊളി ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഈ പായസം തയ്യാറാക്കുന്നതിന് നമുക്ക് കടലപ്പരിപ്പ് വേണം. പരിപ്പ് വടയൊക്കെ തയ്യാറാക്കുന്ന അതേ പരിപ്പ് തന്നെയാണ്. ഇതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് അരിയാണ്. അത് പച്ചരിയോ അല്ലെങ്കിൽ നെയ്ച്ചോറിൻ്റെ അരിയോ എടുക്കാം. നെയ്ച്ചോറിൻ്റെ അരി എടുക്കുമ്പോഴായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അതുണ്ടെങ്കിൽ അതെടുക്കാം, അതല്ലെങ്കിൽ പച്ചരി എടുക്കാം. ഞാനൊരു കപ്പ് പച്ചരിയാണ് എടുത്തത്. ഇത് രണ്ടും നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഞാനിതാ രണ്ടും നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു 2 മണിക്കൂറൊന്ന് കുതിരാൻ വേണ്ടി വെക്കാം. കടലപ്പരിപ്പ് നമ്മൾ ഇതേ വെള്ളത്തിൽ തന്നെയാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ കൂടുതൽ ഒഴിക്കേണ്ട, ജസ്റ്റ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കടലപ്പരിപ്പ് നമുക്ക് കുതിർക്കണമെന്നൊന്നുമില്ല. കുക്കറിലാകുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. പക്ഷെ നമ്മൾ അരി അരച്ചെടുക്കാൻ എന്തായാലും 2 മണിക്കൂറൊന്ന് കുതിർത്ത് വെക്കണം. ആ സമയത്ത് കടലപ്പരിപ്പും കൂടി ഒന്ന് കുതിർത്തിട്ടുണ്ടെങ്കിൽ 1-2 വിസിൽ കൊണ്ട് നമുക്കത് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ 2 മണിക്കൂറിന് ശേഷം ഇതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ വെള്ളത്തോട് കൂടി തന്നെയാണ്. ജസ്റ്റ് അധികം മുങ്ങി നിൽക്കുന്നൊന്നുമില്ല. കുതിർന്ന് കഴിയുമ്പോഴേക്കും ഇത് കടലപ്പരിപ്പിൻ്റെ താഴെയായിട്ട് വരുന്ന രീതിയിലാണുള്ളത്. അപ്പോൾ ഇത് മതി കേട്ടോ, കൂടുതൽ വെള്ളം ഒഴിക്കരുത്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലും വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പം നമ്മൾ കുതിർക്കാതെയാണ് വേവിക്കുന്നതെങ്കിലും മീഡിയം ഫ്ലെയിമിൽ 2-3 വിസിൽ വരുന്നത് വരെയൊക്കെ വേവിച്ചെടുക്കേണ്ടി വരും കേട്ടോ. അതുപോലെ വെള്ളം കുറച്ചുകൂടിയൊക്കെ ചേർക്കേണ്ടി വരും. ഇനി പരിപ്പ് വേവുന്ന സമയത്ത് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. അതിനുവേണ്ടി അരി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അരി നമുക്ക് കുറച്ച് ലൂസായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇതാ അരി ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ സമയത്ത് കടലപ്പരിപ്പ് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് പ്രഷറൊക്കെ പോയതിന് ശേഷം തുറന്നതാണ്. ഇതാ പാകമായിട്ട് വെന്തിട്ടുണ്ട്. കൂടുതലങ്ങ് വെന്ത് പോകരുത്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കളയണ്ട, നമുക്ക് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ലാസ്റ്റിൽ വറ്റിച്ചെടുക്കണ്ട. വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കടലപ്പരിപ്പ് കൂടുതലായിട്ടങ്ങ് വെന്ത് പോകും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 ലിറ്റർ പാൽ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ച് ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാവ് ഒഴിച്ചു കൊടുക്കാം. ഈ സമയത്തൊന്നും ഫ്ലെയിം ഓൺ ആക്കണ്ട. നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം. കൈ വിടാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. മാവ് പെട്ടെന്ന് തന്നെ കട്ട പിടിച്ചു പോകും. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മൾ ഇതിൻ്റെ അടുത്ത് തന്നെ എടുത്ത് വെക്കണം കേട്ടോ. നമ്മൾ കൈ വിട്ടിട്ട് ഒന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് കട്ട പിടിച്ചു പോകും. അപ്പോൾ ഇതിലേക്കുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ പാലടുപ്പത്ത് വെക്കുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ അടുത്ത് തയ്യാറാക്കി വെക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വന്നു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പഴം വേവുന്നത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിതാ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പാൽ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക്. പാൽ ആദ്യം തന്നെ തിളപ്പിച്ച് വെക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ നമുക്ക് കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്തുകൊണ്ട് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല. അതിൻ്റെ ഒരു പകുതി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പശുവിൻ പാലാണ് കേട്ടോ എടുത്തത്. പാലിന് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ എടുക്കാം. 1.5 അല്ലെങ്കിൽ 2 തേങ്ങയുടെ പാലെടുക്കാം കേട്ടോ. അപ്പോൾ 2ാം പാൽ കുറച്ച് കൂടുതൽ എടുത്തിട്ട് അതിൽ വേവിച്ചെടുത്താൽ മതി. എന്നിട്ട് 1ാം പാൽ ലാസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പശുവിൻ പാലിൽ ആവുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കിയെടുക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ പാലെടുത്തത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 കപ്പാണ് ആദ്യം ചേർത്ത് കൊടുക്കുന്നത്. ഇനി വേണം നോക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്തൊക്കെ ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഇത് ഒന്നുകൂടി ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്കൊരു 1/4 കപ്പ് കൂടി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം.
അപ്പോൾ കടലപ്പരിപ്പ് ചേർത്തതിന് ശേഷം കൂടുതൽ സമയം വേവിക്കൊന്നും വേണ്ട കേട്ടോ. കടലപ്പരിപ്പ് തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതാ ബാക്കിയുള്ള പാലിൽ നിന്ന് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ മുഴുവനായിട്ട് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അധികം ലൂസാക്കി എടുക്കുന്നില്ല, കുറച്ചൊരു ടൈറ്റിലായിട്ടാണ് ഞാനിത് തയ്യാറാക്കുന്നത്. അപ്പം 1 ലിറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല, ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ മധുരമൊക്കെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സാക്കി നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്ന് നെയ്യിൽ റോസ്റ്റ് ചെയ്തിട്ട് അതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റുള്ളൊരു പായസമാണ് കേട്ടോ ഇത്. ബറാത്ത് പോലെയുള്ള വിശേഷ ദിവസങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.